My dear students, ഡോക്ടർ ജെയിംസ് ടൈലർ കെന്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 212 എപ്പിസോഡാണിത്. ഈ എപ്പിസോഡിൽ നമ്മൾ അലോ എന്ന പുതിയ അധ്യായം ആരംഭിക്കുകയാണ്. ചെറിയൊരു അധ്യായമാണിത്. ഇത് നന്നായി പ്രൂവ് ചെയ്ത ഒരു ഔഷധമല്ല എന്നാണ് കെന്റ് പറയുന്നത്. കെന്റിൻ്റെ ആ കാലശേഷം അതിനെന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് എനിക്ക് വ്യക്തതയില്ല. എങ്കിലും ഡോക്ടർ കെന്റിൻ്റെ വിവരണപ്രകാരം ഒരു സവിശേഷതരം ഡയറിയയിൽ നിയന്ത്രണമില്ലാതെ മലശോധന ഉണ്ടാകുന്ന കുട്ടികളിലും മുതിർന്നവരിലും ഒരുപോലെ ഉണ്ടാകുന്ന ഒരവസ്ഥയിൽ ഇത് വളരെയധികം പ്രയോഗസാധ്യതയുള്ള ഔഷധമാണ്. ഇത്തരം അവസ്ഥയുള്ള രോഗിക്ക് ഈ ഔഷധം കൊണ്ട് ശമനം ലഭിച്ചതിന് ഞാൻ സാക്ഷ്യം വഹിച്ചിട്ടുമുണ്ട്. അതുകൂടാതെ ഈ അലോയെക്കുറിച്ച് താല്പര്യം ഉണ്ടാക്കുന്ന മറ്റൊരു ഘടകം ലൈക്കോപോഡിയം, സൾഫർ എന്നീ ഔഷധങ്ങളുമായി ഇതിനുള്ള ഒരു സാദൃശ്യമാണ്. പലപ്പോഴും ആശയക്കുഴപ്പം ഉണ്ടാകാൻ സാധ്യതയുള്ള ചില സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ ഈ ഔഷധങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുകയും ചെയ്യാം. അതുകൊണ്ട് അലോയുടെ പഠനം പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അലോ, മച്ച് ലൈക്ക് ഈസ്കുലസ്, ഹാസ് എ peculiar engorgement of the veins, causing stiffness and fullness throughout the body, but the greatest disturbance is in the veins of the portal system, with great fullness in the region of the liver and abdominal, rectal and intestinal fullness. അലോയുടെ ഒരു ജനറൽ കണ്ടീഷൻ, പ്രധാനപ്പെട്ട ഒരു അവസ്ഥ, അത് ഈസ്കുലസുമായിട്ടുള്ള സാദൃശ്യം പറഞ്ഞുകൊണ്ടാണ്. ഈസ്കുലസിൻ്റെ പോലെ ധമനികൾ വീർത്ത് കെട്ടുന്നൊരവസ്ഥയുണ്ട്. അതിൻ്റെ ഫലമായി സ്റ്റിഫ്നെസ് ഉണ്ടാകാം. ശരീരം മുഴുവൻ ഉറച്ച ഒരവസ്ഥ, നിറഞ്ഞു നിൽക്കുന്നൊരവസ്ഥ, ശരീരം മുഴുവൻ. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടാകുന്നത് കരളുമായിട്ട് ബന്ധപ്പെട്ട അവയവങ്ങളിലെ സിരകളുടെ ആ ഒരു ശൃംഖലയിലാണ്. അതിൻ്റെ ഫലമായി കരളിൻ്റെ ഭാഗത്തും അടിവയറിൻ്റെ ഭാഗത്തും മലാശയത്തിൻ്റെ ഭാഗത്തും കുടലുകളുടെ ഭാഗത്തുമെല്ലാം ആയി നിറഞ്ഞു വിങ്ങിയിരിക്കുന്ന ഒരു തോന്നൽ. ദിസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഹെമറോയിഡ്സ്. ഈ ഒരു അവസ്ഥയോട് കൂടി ചേർന്ന് ഹെമറോയിഡ്സും ഉണ്ട്. ഇതാണ് അലോയുടെ ഒരു ഏകദേശ ചിത്രം. ഇറ്റ് ഹാസ് അബ്ഡോമിനൽ പെയിൻസ് ദാറ്റ് ഡ്രൈവ് ഹിം ടു സ്റ്റൂൾ ലൈക്ക് നക്സോമിക്ക, കട്ടിങ് ക്രാമ്പിംഗ് പെയിൻസ് അറൗണ്ട് ദ നേവൽ. അപ്പോൾ ഇവിടെ നക്സോമിക്കയുമായിട്ട് അടുത്ത സാദൃശ്യം. ഇതിൻ്റെ അടിവയറ്റിലെ വേദനകൾ കൊണ്ട് ആൾക്ക് മലശോധന നടത്താൻ ഉള്ള ഒരു ശക്തമായ തോന്നലുണ്ടാവും. ആ കാര്യത്തിൽ നക്സുമായിട്ടും സാദൃശ്യമുണ്ട്. മുറിക്കുന്നത് പോലുള്ള, വലിച്ചു കോച്ചുന്നത് പോലുള്ള വേദനകളെല്ലാം പൊക്കിൾക്കൊടിക്ക് ചുറ്റുമായിട്ടുണ്ടാവും. പെയിൻസ് അബൌട്ട് ദ നേവൽ ദാറ്റ് ഷൂട്ട് ഡൗൺ ടുവേഴ്സ് ദ റക്ടം, കട്ടിങ് നൈറ്റ് ലൈഫ്സ്. ഈ പൊക്കിളിൻ്റെ ഭാഗത്തു നിന്നും മലാശയത്തിൻ്റെ ഭാഗത്തേക്ക് കത്തി കൊണ്ട് കുത്തിയിറക്കുന്ന പോലുള്ള ശക്തമായ വേദന. ഡിസെൻട്രിക് ആൻഡ് ഡയറൈക് ട്രബിൾസ്. അപ്പോൾ നമ്മൾ ആമുഖത്തിൽ പറഞ്ഞ പോലെ വയറിളക്കമായിട്ട് ബന്ധപ്പെട്ട തരത്തിലുള്ള ധാരാളം പ്രശ്നങ്ങളുണ്ട്. ഇൻ ദ അറ്റാക്സ് ഓഫ് ഡയറിയ ദർ ഇസ് ഗഷിംഗ് ഓഫ് തിൻ യെല്ലോ ഒഫൻസീവ് എസ്കോറിയേറ്റിംഗ് ഫീസസ് വിച്ച് ബേൺ ലൈക്ക് ഫയർ ആൻഡ് ദ ഏനസ് ഈസ് സോർ. അപ്പോൾ ഡയറിയയുമായിട്ട് ബന്ധപ്പെട്ട് മലശോധന വളരെ തിന്നാണ്, വെള്ളം പോലെ പോകുന്നതാണ്, നേർത്ത് പോകുന്നതാണ്, മഞ്ഞ നിറമുണ്ട്, വലിയ ദുർഗന്ധമുണ്ട്. ഈ മല സ്പർശിക്കുന്ന ഭാഗങ്ങളിൽ, ഇനസിൻ്റെ ഭാഗങ്ങളിലൊക്കെ തൊലി പോയി ദ്രവിച്ചു പോകുന്ന ഒരവസ്ഥ കൂടെ ഉണ്ടാകാം. എന്നിട്ട് അവിടെ വല്ലാത്ത മലാശയത്തിൻ്റെ ഭാഗത്ത് വല്ലാത്ത പൊള്ളുന്നൊരനുഭവം. ഹി ഹോൾഡ്സ് ദ സ്റ്റൂൾ വിത്ത് ഡിഫിക്കൽറ്റി, ഡസ് നോട്ട് ഡെയർ ടു ടേക്ക് ഹിസ് മൈൻഡ് ഓഫ് ദ സ്പിങ്ക്ടർ ബിക്കോസ് ആസ് സൂൺ ആസ് ഹി ഡസ് സോ ദ സ്റ്റൂൾ വിൽ എസ്കേപ്പ്. വളരെ പ്രയാസപ്പെട്ടൊരവസ്ഥ. മലാശയത്തിൻ്റെ ഭാഗത്തെ നിയന്ത്രിക്കുന്ന പേശികളിൽ അയാൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മാത്രമേ അയാൾക്ക് നടക്കാൻ പറ്റുള്ളൂ. ശ്രദ്ധ തെറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ പിടുത്തം വിട്ടുപോകും, ഫലം പുറത്തു പോവുകയും ചെയ്യും. ഇത്രമാത്രം പ്രയാസമുള്ളൊരവസ്ഥയാണ്. ഈ അലോയെ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുന്നത്, എൻ്റെ ഈ പുസ്തകത്തിൻ്റെ വായനയുടെ കാലത്ത് തന്നെ ശ്രദ്ധിക്കുന്നത് ഈ ഒരു അവസ്ഥയിലാണ്. BSc സെക്കൻഡ് ഇയറിന് പഠിക്കുന്ന സമയമാണ്. ഉച്ച കഴിഞ്ഞാൽ പബ്ലിക് ലൈബ്രറിയിലേക്ക് പോകും. അവിടെ റഫറൻസ് സെക്ഷനിൽ ഓർഗൻ വായനയുടെ ഭാഗമായിട്ട് സംശയങ്ങളുണ്ടാകുമ്പോൾ
കെൻറ്റിൻ്റെ ലെക്ചേഴ്സ് ഓഫ് മെറ്റീരിയ പഠിക്കുകയും ക്ലർക്കിൻ്റെ 3 വോളിയുള്ള ഡിക്ഷണറിയുമാണ് ഞാൻ കൂടുതലും പോയി റെഫർ ചെയ്യാറ് മരുന്നുകളെക്കുറിച്ച് പറയുമ്പോൾ എന്താണെന്ന് മനസ്സിലാക്കാൻ. അങ്ങനെ പോയിരിക്കുന്ന സമയത്ത് സ്ഥിരമായിട്ട് അവിടെ വന്നുകൊണ്ടിരുന്ന പലരെയും പരിചയപ്പെടാറുണ്ട്, അടുത്തിരിക്കുന്നവരെയൊക്കെ. അങ്ങനെ അന്ന് മുനിസിപ്പൽ മജിസ്ട്രേറ്റ് PSC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഒരു ലോ ഗ്രാജുവേറ്റായിട്ടുള്ള ഒരു പെൺകുട്ടിയെ പരിചയമുണ്ട്. എന്നേക്കാൾ അല്പം 2-3 വയസ്സിൻ്റെ പ്രായം കൂടുതലുണ്ട്. എപ്പോഴും വന്ന് റെഫറൻസിൻ്റെ സമയത്ത് ഇന്നിപ്പോൾ നമ്മൾ ഗൂഗിളൊക്കെ നോക്കി അല്ലെങ്കിൽ AI ഒക്കെ നോക്കി ചെയ്യുന്ന ആ കാര്യങ്ങൾ അന്ന് ചെയ്യുന്നത് എൻസൈക്ലോപ്പീഡിയ ബ്രിട്ടാനിക്ക, എൻസൈക്ലോപ്പീഡിയ അമേരിക്കാന, മലയാളത്തിലെ സർവ്വജ്ഞാനകോശം, പിന്നെ അതായത് വിഷയങ്ങളിലെ ഗ്രന്ഥങ്ങൾ, ഇതൊക്കെ റെഫറൻസ് സെക്ഷനിലേ ഉണ്ടാവുള്ളൂ. അങ്ങനെ റെഫർ ചെയ്യാനായിട്ട് ലോയുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങളൊക്കെ ഉണ്ട്. അതിൽ വന്നിരിക്കുന്ന ഈ പെൺകുട്ടിയെ എനിക്ക് പരിചയമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് റെഫറൻസ് ലൈബ്രറിയിൽ നിന്ന് പുറത്തേക്ക് പോകും, കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വരും. കുറച്ച് അതിന് പരിചയമായി കഴിഞ്ഞപ്പോൾ നമുക്ക് സംസാരിക്കാമെന്നൊക്കെ ആയപ്പോൾ ഞാനിത് ചോദിച്ചു, എന്താണ് ഇതിൻ്റെ കാരണം. ഞാൻ ഊഹിച്ചത് ചിലപ്പോൾ മൂത്രമൊഴിക്കാൻ പെട്ടെന്ന് പോകുന്നൊരവസ്ഥ, അങ്ങനെ എനിക്കുമൊക്കെ ചിലപ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ്. അപ്പോഴാണ് ഇയാൾ, അപ്പം ഞാൻ റെഫർ ചെയ്യുന്ന പുസ്തകങ്ങളും ഈ പുള്ളിക്കാരി കണ്ടിട്ടുണ്ട്. ആരോഗ്യ വിഷയമായിട്ട് ബന്ധപ്പെട്ട ഒരു വായനയിലാണ് ഞാനെന്ന് പുള്ളിക്കാരിക്ക് അറിയാം. അങ്ങനെ കാര്യം പറഞ്ഞു, ഈ മലശോധന പ്രശ്നം വലിയ പ്രയാസമാണ്, പഠിക്കുന്ന കാലത്തും ഇപ്പോഴും ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഒരുപാട് ചികിത്സകൾ ചെയ്തു, ഹോമിയോപ്പതി ചികിത്സ അടക്കം പല ചികിത്സകളും ചെയ്തു, കാര്യമായിട്ടുള്ള ഫലമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പുള്ളിക്കാരോട് പറഞ്ഞു, ഒന്ന് നോക്കാം, ഹോമിയോപ്പതിയിലൊരു ശ്രമം നടത്താമെന്ന് പറഞ്ഞിട്ട് അവിടെ കെൻറ്റിൻ്റെ റിപ്പർട്ടറി ഉണ്ട്, അവിടെ റെഫറൻസ് സെക്ഷനാണ് ഉള്ളത്. മെറ്റീരിയ മെഡിക്കയും റിപ്പർട്ടറിയും ഒക്കെ റെഫറൻസ് സെക്ഷനാണ് ഉള്ളത്. റിപ്പർട്ടറി എടുത്തു. അങ്ങനെ അപ്പോൾ അത് റിപ്പർട്ടറി നോക്കി എനിക്ക് വലിയ പരിചയമില്ല, എങ്കിലും ഏകദേശമൊക്കെ അറിയാം. കുറേ നേരം ശ്രമിച്ചു. ഞാൻ ആ ഭാഗം നിയന്ത്രണാതീതമായി സ്റ്റൂൾസ് പോകുന്ന ഭാഗം എടുത്തു. അപ്പോൾ അതിൽ പല ഔഷധങ്ങളുണ്ട്, കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അന്ന് പരിചയമില്ലാത്തൊരു കാര്യമായതുകൊണ്ട് കൂടുതൽ നോക്കിയില്ല. ഏതായാലും ഞാൻ പറഞ്ഞിട്ട് അന്ന് തന്നെ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ അവിടുന്ന് പബ്ലിക് ലൈബ്രറിയിൽ നിന്ന് കുറച്ച് ദൂരെയാണ് ഡോക്ടർ പടിയാറുടെ ക്ലിനിക്ക്. ചോറ്റാനിക്കര ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിൻ്റെ അന്നത്തെ പ്രിൻസിപ്പളാണ് അദ്ദേഹം. വൈകുന്നേരം ക്ലിനിക്കിൽ വരും, എനിക്ക് പരിചയമുണ്ട്. അവിടെ പുസ്തകക്കടയും കൂടി ഇല്ല, ഹോമിയോപ്പതി പുസ്തകങ്ങൾ വിൽക്കുന്ന ഒരു കടയും കൂടിയുണ്ട്, ഞാനവിടെ പോകാറുണ്ട്. അപ്പോൾ ഇദ്ദേഹമായിട്ട് തിരക്കുറഞ്ഞ സമയത്ത് ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്, ഞാനിങ്ങനെ ഈ വിഷയം വായിക്കുന്നുണ്ട് എന്നൊക്കെ. അദ്ദേഹം പറഞ്ഞ പുസ്തകങ്ങളൊക്കെ ഇവിടെ കിട്ടും, ആവശ്യമുള്ള പുസ്തകങ്ങൾ വാങ്ങാം, എനിക്കൊരു ഡിസ്കൗണ്ടൊക്കെ തരാമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു ബന്ധം വെച്ചുകൊണ്ട് ഞാൻ ഈ കുട്ടിയെ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴും അവിടെ ടോയ്ലറ്റിൽ പോകേണ്ടി വന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് കയറിയിട്ട് ഞാൻ പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു വേണ്ട, എന്നോട് ഇരുന്നോളാൻ പറഞ്ഞു. വിവരങ്ങളൊക്കെ ചോദിച്ചു, വിശദമായിട്ടൊക്കെ ചോദിച്ചു, മരുന്നെഴുതി. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇപ്പോൾ താൻ പോയിട്ട് മെറ്റീരിയ മെഡിക്കൽ എന്തെങ്കിലും ലൈബ്രറിയിൽ നോക്കിയിട്ട് അതിൽ അലോ എന്നുള്ള മരുന്നുണ്ട്, താനൊന്ന് വായിച്ചു നോക്കുന്നു. അങ്ങനെ ഞങ്ങൾ പോകുന്ന ശേഷം പിറ്റേ ദിവസം ഞാൻ ലൈബ്രറിയിൽ പോയിട്ടാണ് ഈ അലോ എടുത്ത് കെൻറ്റിൻ്റെ ലെക്ചേഴ്സിലും ക്ലർക്കിൻ്റെ ഡിക്ഷണറിയിലും ഞാൻ വായിച്ചു നോക്കിയത്. ഏതായാലും ഈ കുട്ടി അവർ 3 ദിവസം റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. 3 ദിവസം ഒരിടത്തും പോകണ്ട, റെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. 3-4 ദിവസം കഴിഞ്ഞാണ് പിന്നീട് ലൈബ്രറിയിൽ വരുന്നത്, പിറ്റേ ആഴ്ച ഞാൻ കാണുന്നത്. കണ്ട് ഞാൻ ചോദിച്ചപ്പോഴും പറഞ്ഞു, വളരെ അത്ഭുതകരമായിരുന്നു ആ ഡോക്ടറുടെ ചികിത്സ. ആ മരുന്ന് കഴിച്ച് 2 ദിവസം റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടായി, ചെറിയൊരു പനി പോലെയൊക്കെ വന്നു, വിറയലൊക്കെ വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചതൊക്കെ നേരത്തെ വന്നിട്ടുണ്ടോ? നേരത്തെ വന്നിട്ടില്ല, ചെറുപ്പത്തിൽ വന്നിട്ടുള്ളതാണ്. ഏതായാലും ഇപ്പോൾ ആ ഒരു പ്രശ്നമില്ല. കാലത്ത് ഒരു 2 തവണ പോകും, പിന്നെ ഉച്ചക്ക് ഊണ് കഴിയുമ്പോൾ ചിലപ്പോൾ ഒന്ന് പോയാൽ മതി, അങ്ങനെ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഉച്ച കഴിഞ്ഞ് ആഹാരം കഴിച്ച് ഒന്നുകൂടി പോയിട്ട് വന്നിരിക്കുകയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നീടും ഒരു 3-4 മാസങ്ങൾ ഈ പെൺകുട്ടിയെ ഞാൻ കാണുമായിരുന്നു, വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോയി. പിന്നീട് കണ്ടിട്ടില്ല. ഹി കനോട്ട് ലെറ്റ് ദ ലീസ്റ്റ് ക്വാണ്ടിറ്റി ഓഫ് ഫ്ലാറ്റസ് എസ്കേപ്പ് ബിക്കോസ് വിത്ത് ഇറ്റ് ദർ വിൽ ബി എ റഷ് ഓഫ് ഫീസസ്. ഒന്ന് കീഴ്വായു പോകുന്ന കാര്യം ഇയാൾക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഒന്ന് വായു പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ അതിനോടൊപ്പം മലവും പോകും. ഡോക്ടർ പടിയാർ ഈ കുട്ടിയോട് ചോദിച്ചൊരു കാര്യമാണ്, ഗ്യാസ് ട്രബിളിൻ്റെ പ്രശ്നമുണ്ടോ, കീഴ്വായു പോകുമോ,
പോയാൽ എന്താ പ്രശ്നം അപ്പോഴേക്കും ഇതേ വാചകം ആ പെൺകുട്ടി പറഞ്ഞു. അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. ടോയ്ലറ്റിൽ പോയി ഇരുന്ന ശേഷം മാത്രമേ പറ്റുകയുള്ളൂ. അതും വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിരുന്ന കാര്യമാണ്. ഇത് അലോ ഡയറിയ, ദ അബ്ഡോമിൻ ഈസ് ഡിസ്റ്റൻഡഡ് വിത്ത് ഗ്യാസ് കോസിങ് എ ഫീലിംഗ് ഓഫ് ഫുൾനെസ് ആൻഡ് ടൈറ്റ്നസ്. അലോയുടെ വയറിളക്കത്തിന് അടിവയറ് ഗ്യാസും നിറഞ്ഞിരിക്കും. വല്ലാതെ നിറഞ്ഞ പോലെ, ആകെ വീർത്ത് കെട്ടിയ പോലെ, ടൈറ്റായ പോലുള്ളൊരു ഫീല്. നിങ്ങൾ തുടക്കത്തിലേ കണ്ട അലോയുടെ ഒരു ജനറൽ കണ്ടീഷൻ. പിന്നെ ഡോക്ടർ പടിയാർ നേരത്തെ ചോദിച്ച ചോദ്യങ്ങളുടെ വെളിച്ചത്തിൽ ഞാനിത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഇതൊക്കെയായിട്ട് വന്ന് ഇത്തരം കാര്യങ്ങൾ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ആൻഡ് ഹി മസ്റ്റ് ഗോ ഓഫൺ ടു സ്റ്റൂൾ, ഇടക്കിടക്ക് പോകണം. ലിറ്റിൽ വൺസ്, ഇനി കുഞ്ഞു കുട്ടികളെ കുറിച്ചാണ് പറയുന്നത്, ശിശുക്കളെ കുറിച്ച്. സൂൺ ആഫ്റ്റർ ദേ ബിഗിൻ ടു വാക്ക് വിൽ ഡ്രോപ്പ് ഓൾ ഓവർ ദ കാർപ്പറ്റ് ഇൻവോളണ്ടറിലി ലിറ്റിൽ യെല്ലോ ഡ്രോപ്സ് ഓഫ് മ്യൂക്കസ് ആൻഡ് ഫീസസ്. ചെറിയ കുട്ടികൾ നടക്കാൻ തുടങ്ങിയ അവസ്ഥയിൽ തന്നെ, നടന്നു പോകുമ്പോൾ തന്നെ പോകുന്നിടങ്ങളിലൊക്കെ നിലത്ത് കുറേശ്ശെ മലം പോവും. വെള്ളം പോലെ കഫവും മലവും കുറേശ്ശെ പോവും. ദ മദർ സംടൈംസ് പണിഷസ് ദ ലിറ്റിൽ വൺസ് ബട്ട് ദേ കനോട്ട് ഹെൽപ്പ് ഇറ്റ്. ദേ കനോട്ട് ഹോൾഡ് ദ സ്റ്റൂൾ ആസ് ഇറ്റ് പാസ്ഡ് ഇൻവോളണ്ടറി. ഇപ്പോൾ ഈ കാര്യം അറിയാതെ കുട്ടികളെ ചിലപ്പോൾ കാരണവന്മാർ ശിക്ഷിക്കും. അവരുടെ ഒരു അശ്രദ്ധ കൊണ്ടാണ്, വികൃതിയാണെന്ന് കരുതി. പക്ഷേ ആ കുട്ടിക്ക് അത് സ്വയം നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, ഇൻവോളണ്ടറി ആയിട്ട് പോകുന്ന. ദർ ഇസ് ലാക്ക് ഓഫ് കൺട്രോൾ ഓഫ് ദ സ്പിൻറ്റർ. മലാശയത്തെ നിയന്ത്രിക്കുന്ന പേശികൾ നിയന്ത്രിക്കാനുള്ള കെൽപ്പില്ലാത്തൊരവസ്ഥയാണ് അലോയിൽ വരുന്നത്. ദിസ് സ്റ്റേറ്റ് ഈസ് നോട്ട് ഓൾവേസ് കൺഫൈൻഡ് ടു ഡയറിയ ബിക്കോസ് സംടൈംസ് ചിൽഡ്രൻ വിൽ ഗോ അറൌണ്ട് ഡ്രോപ്പിംഗ് ഇൻവോളണ്ടറി ലിറ്റിൽ ഹാർഡ് റൗണ്ട് മാർബിൾ ലൈക്ക് പീസ് ഓഫ് സ്റ്റൂൾ. കുട്ടികളെ സംബന്ധിച്ച് ചിലപ്പോൾ ഈ മ്യൂക്കസും അയഞ്ഞ മലവും പോകുന്നതിന് പകരം ഗോലി പോലെ ചെറിയ ചെറിയ ഗോളങ്ങളായി മലം പോകുന്ന അവസ്ഥ, ഒരുതരം കോൺസ്റ്റിപ്പേറ്റഡ് കണ്ടീഷനും ചിലപ്പോൾ വരാം. അപ്പോൾ ഡയറിയ തന്നെ വരണമെന്നില്ല അലോയുടെ ഇൻഡിക്കേഷനായിട്ട്. ദേ ഡു നോട്ട് ഈവൻ നോ ദ സ്റ്റൂൾ ഹാസ് പാസ്ഡ്. മലം പോയെന്ന കുട്ടികൾ അറിയുന്ന പോലുമില്ല. അത് അവിടുത്തെ ഒരു സെൻസിറ്റിവിറ്റി നഷ്ടപ്പെട്ട അവസ്ഥയാണ്. ദർ ഈസ് റിലാക്സേഷൻ അബൌട്ട് ദ റെക്ടം ആൻഡ് പ്രൊട്രൂഷൻ ഓഫ് ദ ഏനസ് വിത്ത് ബ്ലീഡിങ് പൈൽസ്. കൂടുതൽ സങ്കീർണമായ അവസ്ഥ. മലാശയത്തിൻ്റെ ഭാഗം റിലാക്സ് ആണ്, പേശികൾ അയവുള്ളതായി, അത് പുറത്തേക്ക് മലദ്വാരം പുറത്തേക്ക് തള്ളി വരുന്നു. അതിനോടൊപ്പം രക്തവാർച്ചയുള്ള പൈൽസും ഉണ്ട്. എവരി മൗത്ത് ഫുൾ ഓഫ് ഫുഡ് ഹറീസ് ഹിം ടു സ്റ്റൂൾ. വയറ് നിറച്ച് ആഹാരം കഴിച്ചാൽ അപ്പോൾ കക്കൂസിൽ പോകണം. നേരത്തെ കുട്ടി ഡോക്ടർ പടിയാർ ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യമാണത്. ഡ്രിങ്കിങ് വാട്ടർ വിൽ ഓഫൺ ഹറി ഹിം ടു സ്റ്റൂൾ. വെള്ളം കുടിച്ചാലും ഉടനെ കക്കൂസിൽ പോകണം. ഡയറിയ ഫ്രം ഈറ്റിംഗ് ഓയിസ്റ്റേഴ്സ് ഔട്ട് ഓഫ് സീസൺ. കാലം തെറ്റി ഓയിസ്റ്റേഴ്സ് കഴിച്ചാൽ, കക്ക, ശംഖ്, കല്ലിമേക്കായ, ഇത്തരം സാധനങ്ങൾ കാലം കെറ്റി, അതിൻ്റെ ഒരു സീസണുണ്ട്, സീസൺ തെറ്റി കഴിച്ചു കഴിഞ്ഞാലും വയറിളക്കം ഉണ്ടാകും. ഇനി ഇവിടെ ഉണ്ടാകാൻ പോകുന്ന ആശയക്കുഴപ്പത്തെക്കുറിച്ചാണ് കെന്റ് പറയുന്നത്. യു മൈറ്റ് ബി ഡിസ്പോസ് ടു ഗിവ് ലൈക്കോപോഡിയം ബിക്കോസ് ഇൻ ദ ടെക്സ്റ്റ് ബുക്സ് പോയിസണിങ് ഫ്രം ഓയിസ്റ്റേഴ്സ് ഈസ് ലേ ഡൗൺ അണ്ടർ ലൈക്കോപോഡിയം. നമ്മൾ സാധാരണ പോകുന്നതാണ് ഓയിസ്റ്റേഴ്സ്, ലൈക്കോപോഡിയം. അത് തെറ്റാണ്. ഇനി അതിൻ്റെ ഒരു ലോജിക്ക് കെന്റ് തുറന്ന് പിന്നീട് പറയുന്നുണ്ട്. I do not know that you would be justified in saying poisoning from oysters in season is lycopodium and out of season is aloe. But there is a tremendous poisoning effect about oysters in the hot weather and in the breeding season that is not found at any other time. അപ്പോൾ ഓയിസ്റ്റേഴ്സിൻ്റെ പോയിസണിങ് സീസൺ, ഓയിസ്റ്റേഴ്സ് കഴിക്കുന്ന സീസണിലാണ് പോയിസണിങ് ഉണ്ടെങ്കിൽ ലൈക്കോപോഡിയം അല്ലെങ്കിൽ അലോ എന്നുള്ളൊരു ന്യായം നിങ്ങൾ പറയാം. പക്ഷെ അതിനെ അംഗീകരിക്കുന്നില്ല അദ്ദേഹം. അത് ഓയിസ്റ്റേഴ്സിൻ്റെ പൊതു അവസ്ഥയാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ ഒരു വേനൽക്കാലം, ചൂടുകാലാവസ്ഥയിൽ ഓയിസ്റ്റേഴ്സ് പ്രജനനം നടത്തുന്ന ബ്രീഡിംഗ് സീസണിൽ അതിൻ്റെ പോയിസണസ് എഫക്റ്റ് വർദ്ധിച്ചിരിക്കും. മറ്റ് സമയങ്ങളിൽ അതില്ല. അതുകൊണ്ട് അലോയും ലൈക്കോപോഡിയത്തിനെയും ആ തരത്തിൽ സീസണിലും ഔട്ട് ഓഫ് സീസണിലും എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യുന്നത് ശരിയായ രീതിയല്ലെന്നാണ് കെന്റ് ഇതിലൂടെ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ലൈക്കോപോഡിയത്തിൻ്റെ ജനറൽ കണ്ടീഷൻ കാണിക്കണം, അലോയാണെങ്കിൽ അലോയുടെ ജനറൽ കണ്ടീഷൻ കാണിക്കണം. അല്ലാതെ സീസണിലും ഔട്ട് ഓഫ് സീസണിലും എന്നുള്ളൊരു വേർതിരിവ് അവിടെ അർത്ഥശൂന്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. എ ഗ്രേറ്റ് മെനി പീപ്പിൾ ബിക്കം
nauseated, bloat up, purge tremendously, vomit everything for several days after eating oysters. നിരവധി പേരിൽ ഈ ഒരു പ്രശ്നമുണ്ട്. ഓയിസ്റ്റേഴ്സ് കഴിച്ചു കഴിഞ്ഞാൽ ഓക്കാനം, ഛർദി, വയറ് വീർത്തുകെട്ടൽ. ഈ ഒരു പ്രശ്നം ഞാൻ ജനിച്ചു വളർന്നത് കൊച്ചിയിലെ ഒരു കായൽ മേഖലയിലാണ്, കുമ്പളങ്ങി. അവിടെ ആ കായലിൻ്റെ ആണ്ട് വടക്ക് പടിഞ്ഞാറേ ഭാഗത്ത് കക്കയുടെ വലിയ നിക്ഷേപമുണ്ട്. ആ ഭാഗത്തൊരു ചെറിയൊരു തുരുത്തമുണ്ട്, കല്ലഞ്ചേരി എന്ന പേര്. ഇന്നിപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ടൂറിസം വില്ലേജാണ് ആ ഭാഗം. അവിടെ ഇപ്പോൾ കക്കയുടെ ഹാർവെസ്റ്റിങ് അത്രയ്ക്ക് പഴയ പോലെ ഇല്ല. പണ്ട് ആ പ്രദേശത്തുള്ളവരുടെ പ്രധാന വരുമാന മാർഗം തന്നെ ഈ കക്കയാണ്. അപ്പോൾ ഞങ്ങളുടെ വീടിനൊക്കെ അടുത്ത് തന്നെയാണ്. കക്ക മാർക്കറ്റിൽ വരും, അല്ലെങ്കിൽ നമുക്ക് അവിടെ പോയി വാങ്ങാം. പക്ഷെ ചില ആളുകൾ ഈ കക്കയിറച്ചി കഴിച്ചു കഴിഞ്ഞാൽ വയറിളക്കം ഉണ്ടാവും. അപ്പോൾ അവിടുത്തെ അമ്മമാർ ഈ കക്കയിറച്ചി പാചകം ചെയ്യുമ്പോൾ അവർ അതിൽ വെളുത്തുള്ളി ധാരാളം ചേർക്കും, ഇഞ്ചി ചേർക്കും. കക്കയിറച്ചി കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ഇഞ്ചിനീര് കുടിപ്പിക്കും. അങ്ങനെ ചില പൊടിക്കകൾ അതിനോടൊപ്പം ചേർക്കും. കക്ക പാചകം ചെയ്യുമ്പോൾ കുരുമുളക് ചേർക്കുക. അപ്പോൾ പറയുന്നത് കക്ക ദഹിക്കാൻ പ്രയാസമാണ്, ഗ്യാസ് ഉണ്ടാക്കും, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതവരുടെ അനുഭവമാണ്. കക്ക പതിവായി തിന്നുന്ന പ്രദേശങ്ങളിലെ ആളുകളുടെ ഒരു അനുഭവമാണ് വയറിന് പ്രശ്നം ഉണ്ടാകുന്നു. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, കക്ക കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായ അലർജി, ശരീരം മുഴുവൻ തിളർത്ത് തടിക്കുന്ന ഒരാളുണ്ടായിരുന്നു. വടക്കൻ കേരളത്തിലെ പ്രദേശങ്ങളാണ് കല്ലുമേക്കായി അങ്ങനെയുള്ള സാധനങ്ങളാണ് ഉള്ളത്. നോ വെൻ ദാറ്റ് ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് ഈസ് പ്രസൻറ്റ്, ലൈക്കോപോഡിയം വിൽ ക്യൂർ ഇറ്റ് ആൻഡ് വിൽ റിമൂവ് ദ ടെൻഡൻസി ടു ഗെറ്റ് സിക്ക് ഫ്രം ഓയിസ്റ്റേഴ്സ്. ഈ ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ, വല്ലാതെ ഗ്യാസ് ഉണ്ടാകുന്ന ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് ലൈക്കോപോഡിയമാണ്. കാരണം അത് കുറേ ഡീപ്പ് സീറ്റഡ് ആയിട്ടുള്ള അവസ്ഥയാണ്. അതിനെ ലൈക്കോപോഡിയം പോലുള്ള ഔഷധമേ അതിനെ റിമൂവ് ചെയ്യുള്ളൂ. But if you notice those who get sick have a cholera-like trouble from eating oysters in hot season, you will find that is where aloe is the remedy. അങ്ങനെ ഇതല്ല, കക്ക കഴിച്ചിട്ട് കോളറ പിടിച്ച പോലത്തെ ഒരു അവസ്ഥയാണെങ്കിൽ അത് അലോ ആയിരിക്കും. അതിന് അലോ കൊണ്ട് ട്രീറ്റ് ചെയ്യും. അപ്പോൾ ഇത് വായിച്ചപ്പോൾ എനിക്ക് മറ്റൊരു സംശയം തോന്നിയത്, പല സമയങ്ങളിൽ വല്ലാതെ വയറിളക്കം ഉണ്ടാകുന്ന, പകർച്ചവ്യാധി പോലെയൊക്കെ ഉണ്ടാകുന്ന സമയങ്ങളിൽ എൻ്റെയൊക്കെ ചെറുപ്പത്തിലാണ് ഏതോ ആരോഗ്യ വിദഗ്ധർ, ആരാണെന്ന് എനിക്കറിയില്ല, ഒന്ന് ഗവേഷണം നടത്തി അവർ 2 കാര്യങ്ങളാണ് നിരോധിച്ചത്. ഒന്ന്, ഗ്രാമവാസികൾ കക്ക കഴിക്കരുത്, കക്ക ഇറച്ചി കഴിക്കരുത്, ചെമ്മീൻ കഴിക്കരുത്. ഇത് രണ്ടും സുലഭമായി കിട്ടുന്നതാണ്. അപ്പോൾ അവർ പറഞ്ഞ് ഇതിൻ്റെ തോടിൻ്റെ ഉള്ളിൽ ഏതോ ബാക്ടീരിയോ വൈറസോ എന്തൊക്കെയോ ഉണ്ട്, അത് കഴിച്ചു കഴിഞ്ഞാൽ ഈ വയറിളക്കം, കോളറ പോലുള്ള അവസ്ഥ വരാം. എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. പക്ഷേ ഒരുപക്ഷെ ഇതായിരിക്കാം, ഈ കെൻറ്റിപ്പി പറയുന്നൊരു അവസ്ഥയായിരിക്കാം. കാരണം കക്കയിറച്ചി ചില സീസണിൽ കഴിക്കുമ്പോൾ ചിലപ്പോൾ അത് വല്ലാതെ വയറിളക്കം ഉണ്ടാക്കുന്നതാവാം. എങ്ങനെയാണെങ്കിലും ഈ അവസ്ഥ വന്നതിൽ ഞാൻ കക്കയിറച്ചി അങ്ങനെ കഴിക്കില്ലായിരുന്നു. എൻ്റെ സഹപാഠി, എൻ്റെ അയൽവക്കത്തെ ഒരാൾ ഇതേപോലെ വയറിന് പ്രശ്നം ഉണ്ടായിട്ട് സ്കൂളിൽ പോകുന്ന വഴി എന്നെയും കൂട്ടിയാണ്, ഞാൻ നേരത്തെ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലൊരു ഗ്രാമീണ ആസ്ഥാന ഹോമിയോപാത്ത് ഉണ്ടായിരുന്നു. ഒരു അമച്ചറാണ്, റിട്ടയർഡ് അധ്യാപകൻ, രാമസാർ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. രാമസാറിൻ്റെ അടുത്ത് പോയി വയറിളക്കം ഒന്ന് പറഞ്ഞപ്പോൾ തന്നെ രാമസാർ ചോദിച്ചു, എൻ്റെ ഇപ്പോൾ എൻ്റെ മനസ്സിലുണ്ട്, കക്ക എന്തെങ്കിലുമൊക്കെ കഴിച്ച് കാണുമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ തലേന്ന് കക്ക കഴിച്ചു എന്ന് പറയുകയും ചെയ്തു. മരുന്ന് കൊടുത്തു, ക്ലാസ്സിൽ പോയി, അപ്പോൾ തന്നെ കഴിച്ചു. ക്ലാസ്സിൽ പോയി വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ ഒരുമിച്ചാണ് ക്ലാസ്സിൽ പോവുകയും വരികയും ചെയ്തുകൊണ്ടിരുന്നത്. ഒരുപക്ഷെ അത് അലോ ആയിരുന്നിരിക്കാം. ദിസ് റെമഡി ഈസ് നോട്ട് വെൽ പ്രൂവ്ഡ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം ഇതാണ്, വെൽ പ്രൂവ്ഡ് അല്ല. Hence, I have first referred to things it is used for clinically. It is more nearly related to sulfur in its venous condition than to any other remedy. അദ്ദേഹം ഇതിനെ പരിശോധിച്ചപ്പോൾ എൻ്റെ മനസ്സിലാക്കിയത്, ഇതിൻ്റെ വീനസ് കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ മറ്റേത് ഔഷധത്തെക്കാളും സൾഫറിനോടാണ് അലോയ്ക്കൊരു സാദൃശ്യം. ഈ അലോയെ പിന്നീട് ഞാൻ ശ്രദ്ധിക്കുന്നത്, എൻ്റെ അവസ്ഥ, എൻ്റെ ക്രോണിക് അവസ്ഥയ്ക്ക് ഒരു ഔഷധം തേടി ഞാൻ റെപ്പർട്ടറി കാര്യമായിട്ട് പഠിക്കുകയും റെപ്പർട്ടറൈസ് ചെയ്യുകയും ഞാൻ സൾഫറിലേക്ക് എത്തുകയും ചെയ്യുന്ന ആ പ്രക്രിയയിൽ പലപ്പോഴും അലോ വരുമായിരുന്നു. അലോ പലപ്പോഴും വരും. പക്ഷെ അത് ബോൾഡ് ലെറ്റേഴ്സിൽ വരില്ല. ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി വരുള്ളൂ. തേർഡ് ഗ്രേഡിൽ അതങ്ങനെ വരില്ല. പക്ഷെ അലോ പതിവായിട്ട് പല റൂബ്രിക്സിലും ഇങ്ങനെ വരും. അതിൻ്റെ റിക്കറൻസ് നോക്കുമ്പോൾ അതിന് ഒരു സാധ്യത കൂടുതലായിരുന്നു. അപ്പോൾ സൾഫറുമായിട്ടും ലൈക്കോപോഡിയുമായിട്ടും ബന്ധമുണ്ട്. ഞാൻ പിന്നീട് ട്രയോയിലേക്ക് പോയ സമയത്ത് എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യമാണ്, കൽക്കേറിയ, ലൈക്കോപോഡിയം, സൾഫർ, അലോ
അതിൻ്റെ ഒരു ബന്ധം എന്ന രീതിയിൽ വരും. ഇഫ് യു സ്റ്റഡി ടുഗദർ സൈഡ് ബൈ സൈഡ് കാലിബൈക്രോമിക്കം, സൾഫർ ആൻഡ് അലോ, യു വിൽ ബി അസ്റ്റോണിഷ്ഡ് അറ്റ് ദിയർ വണ്ടർഫുൾ റിലേഷൻ ടു ദ സ്റ്റൊമക്ക് ആൻഡ് ബവൽസ്. അപ്പോൾ മറ്റൊന്നുകൂടി, കാലിബൈക്രോമിക്കം, സൾഫർ, അലോ, ഇത് മൂന്നിനെയും ചേർത്ത് പഠിക്കേണ്ടതാണ്. വയറുമായിട്ടും മറ്റുമൊക്കെ ബന്ധപ്പെട്ടുള്ള, ആമാശയമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളുടെ കാര്യത്തിൽ ചേർത്ത് പഠിക്കേണ്ട 3 ഔഷധങ്ങളാണ് കാലിബൈക്രോമിക്കം, സൾഫർ, അലോ. അപ്പോൾ അലോയുടെ ഒരു പ്രാധാന്യം ഇതാണ്. മഹത്തായ ഔഷധങ്ങളുടെ ഓരം പറ്റി നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട, വളരെ ഉപകാരപ്പെടുന്ന ഒരു ഔഷധമാണ് അലോ. അപ്പോൾ നമുക്ക് അലോയെക്കുറിച്ച് ഇനിയും ധാരാളം നല്ല വിവരങ്ങൾ കിട്ടുന്നുണ്ട്. നമുക്ക് അടുത്ത 2 എപ്പിസോഡുകൾ കൂടി ഉണ്ടാവും. എപ്പിസോഡുകളിൽ നമുക്ക് അതിനെക്കുറിച്ച് കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.